ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾ മുമ്പ് പരിചയപ്പെടുന്ന ഒരു കിടിലൻ ടിപ്സാണ് യൂട്യൂബിൻ്റെ. അപ്പോൾ നമ്മളെല്ലാവരും തമ്മിലിനെ കണ്ടുപോലെയാണ് ഒരു ചെറിയ രണ്ട് പുതിയ അപ്ഡേഷൻസാണ് ഈ യൂട്യൂബിൻ്റെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്ക് അറിയാവുന്നവരായിരിക്കും. അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക. അറിയാത്തവരെന്ത് ചെയ്യുക, ഈ വീഡിയോ അവസാനം വരെ കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതേപോലത്തെയുള്ള വീഡിയോസിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെലൈക്കൺ വേണം കേട്ടോ. കാരണം അപ്പം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാറുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പം വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്ന വെച്ചാൽ ഇത് എൻ്റെ തന്നെ ചാനലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നായിരിക്കും അല്ലേ. അപ്പം നമുക്ക് വേറെ ഒരു കോപ്പറേറ്റിലായിരിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ കാണിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പുതിയ അപ്ഡേഷന് വേണ്ടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി തന്നെ നമുക്ക് ആഡ് വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ആഡ് പോകുന്നിടം വരെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് വേറെ സൗണ്ട് വരാതിരിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് സെറ്റിങ്സിലാണ് വരേണ്ടത്. സെറ്റിങ്സ് വരുമ്പോൾ സ്റ്റേബിൾ വോളിയം എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്ലേ ബാക്ക് സ്പീഡ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്ലീപ്പ് ടൈമർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ. ക്വാളിറ്റി, സബ് ടൈറ്റിൽ, ആനോട്ടേഷൻസ്, ആംബിയൻറ്റ് മോഡൊക്കെ നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടൊന്ന് ആംബിയൻറ്റ് മോഡൊക്കെ ഓണാക്കി നോക്കട്ടോ. അടിപൊളി ഫീച്ചറാണ്. പിന്നെ അനോട്ടേഷൻസ് നമുക്ക് ചെറിയ സ്ക്രീനായിട്ട് കാണാൻ പറ്റും, അതും അടിപൊളിയാണ്. അപ്പം പുതിയ രണ്ട് അപ്ഡേഷനാണ്. അപ്പം നിങ്ങൾ എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ച് വേണം, നിങ്ങൾക്ക് എന്തായാലും കേൾക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ എന്ത് ചെയ്യുക, വീഡിയോയിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തുക. സ്റ്റേബിൾ വോളിയം എന്ന് വെച്ചാൽ നമുക്ക് ഈക്വലായിട്ട് നമുക്ക് എന്ത് ചെയ്യും, സൗണ്ട് നമുക്ക് കുറച്ചും കൂടെ ഹൈ വോളിയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഭയങ്കര ഹൈ ആണെങ്കിൽ അത് മീഡിയം ലെവലിലും, ചെറിയ ആണെങ്കിൽ ഒരു സ്റ്റേബിളായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം വരുമ്പോൾ ഒരു അടിപൊളി ഒരു ഫീച്ചറാണത്. പിന്നെ നമുക്ക് തൊട്ടടുത്ത് വരുന്നത് വെച്ചിട്ട് പ്ലേ ബാക്ക് സ്പീഡ് എന്നാണ്. അപ്പോൾ നേരത്തേക്ക് പ്ലേ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ 1.2, 1.5, അതിന് 0.75 താഴേക്കൊക്കെ നമുക്ക് ഇങ്ങനെ സ്പീഡ് കൂടിയും കുറച്ചും നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഒരു ഫിക്സ്ഡ് വാല്യൂ ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റം ചെയ്യാം. നമുക്ക് എത്ര പോയിൻ്റാണ് വേണ്ടത് ആ പോയിൻറ്റിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വാല്യൂസിന് നമുക്ക് അറേഞ്ച് ചെയ്ത് നമ്മുടെ സ്പീഡിനെ കൂട്ടിയും കുറച്ചും നമുക്ക് എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ പുതിയ യൂട്യൂബിൻ്റെ അടിപൊളി രണ്ട് ഫീച്ചർ. നിങ്ങളെല്ലാവരും മറക്കാതെ ഒന്ന് ചെയ്തു നോക്കാം. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മറക്കാതെ ഇതേപോലെ ടിപ്സിന് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് ഇപ്പോൾ ലഭിക്കാനാണ്. അപ്പോൾ അടുത്ത വീഡിയോയുടെ കാണുന്നിടം വരെ ഓക്കെ, ബൈ, താങ്ക്സ്.